എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം വീട്ടിലൊക്കെ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ സ്വർഗത്തിൽ പോകുമോ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. സ്വർഗത്തിൽ മൃഗങ്ങളുണ്ടോ എന്നും മറ്റു വിഷയങ്ങളെപ്പറ്റി ബൈബിളിൽ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ വേദപുസ്തകത്തിൻ്റെ പൊതുവായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിന് അല്പം വ്യക്തത വരുത്തുവാൻ കഴിയും. മനുഷ്യർക്കുള്ളതുപോലെ മൃഗങ്ങൾക്കും ഒരു ജീവശ്വാസമുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 30-ാം വചനത്തിലും 2-ാം അധ്യായം 7-ാം വചനത്തിലുമൊക്കെ ഇത് നമുക്ക് വ്യക്തമാക്കി കാണുവാൻ കഴിയുന്നു. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മൃഗങ്ങളെപ്പറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവയല്ല. മനുഷ്യൻ ദൈവ സാദൃശ്യത്തിലായതുകൊണ്ട് മനുഷ്യന് ഒരു ആത്മാവുണ്ട്, മനസ്സുണ്ട്, വികാരങ്ങളും തീരുമാനശക്തിയുമുണ്ട് എന്നു മാത്രമല്ല, മനുഷ്യൻ മരണശേഷം തുടർന്ന് ജീവിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ആത്മാവ് നിത്യ ആത്മാവാണ്. മൃഗങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ പ്രാണൻ അവയുടെ മരണത്തോടു കൂടെ ഇല്ലാതാകുകയും ചെയ്യുന്നു. ഈ തരുണത്തിൽ മറ്റൊരു കാര്യം പറയേണ്ടത്, മൃഗങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ ഭാഗമായിരുന്നു എന്നതാണ്. ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ച ശേഷം അത് നല്ലത് എന്ന് കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 25-ാം വചനത്തിൽ വായിക്കുന്നു. ആയതിനാൽ പുതിയ ഭൂമിയിൽ മൃഗങ്ങൾ കാണുകയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വചനത്തിൽ നമുക്കത് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ മൃഗങ്ങൾ കാണുവാൻ സാധ്യതകൾ ഏറെയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 65-ാം അധ്യായം 25-ാം വചനം നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇപ്പോഴുള്ള വളർത്തു മൃഗങ്ങൾ തന്നെയാണോ അവിടെയും കാണുക എന്നത് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഏതായാലും നാം സ്വർഗത്തിലെത്തുമ്പോൾ സകലവും ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കുമെന്നും അത് എന്തായിരുന്നാലും നമുക്ക് പ്രിയമായിരിക്കുമെന്നതിനും അല്പം പോലും സംശയമില്ല. ഇതിനാൽ ദൈവം നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.